ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂൾ പരിസരം ശുചീകരിച്ചു. അടുത്ത വർഷം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വിഷൻ 25ന്റെ ഭാഗമായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി. അടുത്ത വർഷം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വിഷൻ 25ന്റെ ഭാഗമായാണ് ഇത്തരം ശ്രമദാന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആം ആദ്മി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും നിയോജക മണ്ഡലം കോർഡിനേറ്ററുമായ ജോൺസൺ കറുകപ്പിള്ളിൽ നിർവഹിച്ചു. സാധാരണക്കാരുടെയും സമൂഹത്തിന്റെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി നാടിനെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരികയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആം ആദ്മി പാർട്ടി കാണിക്കുന്ന ഈ മനസ്സ് തീർച്ചയായും നമുക്ക് അഭിനന്ദനം അർഹിക്കുന്നതാണ്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. നാളെയും കടന്നു വരുന്ന ദിനങ്ങളിലൊക്കെയും ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും. ആം ആദ്മി പാർട്ടി വാരപ്പെട്ടി പ്രസിഡന്റ് KC ബോസ് അധ്യക്ഷത വഹിച്ചു. മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിജോ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ പൊതുമേഖലാ സ്ഥാപന പരിസരങ്ങളും ഇത്തരത്തിൽ ശുചീകരണം നടത്താൻ പാർട്ടി ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടറി പിയേഴ്സൺ ഐസക്, ബാബു പീച്ചാട്ട്, കുഞ്ഞിത്തൊമ്മൻ, ഷാജു KP, രവി ഇഞ്ചൂർ, KG ഷിജു, രവി കീരമ്പാറ, ജോയ് കാട്ടുചിറ, ഷാജൻ കറുകടം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.